Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ സീരീസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. സോ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്റർ M.Com-ലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പാർട്ട് സി, നമ്മുടെ പിടിവള്ളിയാണ് പാർട്ട് സി എന്ന് പറയുന്നത്. 4 SI ചോദ്യങ്ങളാണ് പാർട്ട് സിയിൽ വരുന്നത്. സോ മെജോറിറ്റി 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് കണ്ടുവരാറ്. സോ അതിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായി നമ്മൾ പ്രതീക്ഷിക്കുന്ന SI ചോദ്യം പ്രോബ്ലത്തിൽ നമ്പർ 1 റിഗ്രഷൻ ആണ്. ഈ പ്രാവശ്യം റിഗ്രഷനോ കോറിലേഷനോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് SI ആയിട്ട് മാറി മാറി വരാറ്. സോ ഇപ്രാവശ്യം ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് റിഗ്രഷൻ ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. കോറിലേഷനോ റിഗ്രഷനോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കൂടുതൽ ഞാൻ ഇപ്രാവശ്യം റിഗ്രഷൻ പ്രതീക്ഷിക്കുന്നു. കോറിലേഷനും വരാം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ സജഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു കോറിലേഷനാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം. ശരിക്കും നമുക്ക് 3 അല്ലെങ്കിൽ 4 SIയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേഷനോ റിഗ്രഷനോ ഇത് തന്നെയാണ്. ബാക്കിയുള്ളത് കുറച്ചും കൂടിയും ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. സോ ഇതാണ് ഫസ്റ്റ് 2 സജഷൻ. നെക്സ്റ്റ് മാറി മാറി വരുന്നത് ഇപ്പോൾ കൈ സ്ക്വയർ ആണ്. നിർബന്ധമായും പഠിക്കുക. കൈ സ്ക്വയറിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ രണ്ടാമത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സജഷനായിട്ട് ഹൈപ്പോത്തസിസിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കൈ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് SI ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് നമുക്ക് എനോവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്ക് കമ്പൽസറി ആയിരുന്നു. ഇവിടെ കമ്പൽസറി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കാണുന്നില്ല. എന്നാലും നമ്മൾ എനോവയിൽ നിന്ന് ഒരു SI, അതും SIക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ് എനോവ. അത് സിംഗിളാണ് കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 1 വേ എനോവയാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് 2 വേനേക്കാളും കൂടുതൽ. സോ അതാണ് മറ്റൊരു പ്രോബ്ലം ടോപ്പിക്ക്. ഇനി നമ്മൾ ഹൈപ്പോത്തസിസിൽ തന്നെ മാറി മാറി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സെറ്റ് ടെസ്റ്റ്. സെറ്റ് ടെസ്റ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ പിന്നെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ പ്രോബ്ലംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക്സ് ആണ് ഇവിടെ തന്നെ. റിഗ്രഷൻ, കോറിലേഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, കൈ സ്ക്വയർ, അനോവ, സെറ്റ് ടെസ്റ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 2 പ്രോബ്ലം എന്തായാലും കിട്ടിയിരിക്കും. മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 5 ടോപ്പിക്സിൽ നിന്ന് ആണ് 3 പ്രോബ്ലംസ് അവർ ഇട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം തിയറി ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ തിയറിയുടെ ഒരു സജഷനാണ് നൽകുന്നത്. മിക്ക പേപ്പറിലും മാറി മാറി വരാറുള്ളതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. എന്നാലും ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നോർമലാണ്. വാട്ട് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. വാട്ട് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ കൂടെ തന്നെ എന്താണ് നമുക്ക് ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയലും പോയിസണും അതിൻ്റെ തിയറി നോക്കണം. നമുക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. വേറെ 2 വെയിറ്റേജോ 3 വെയിറ്റേജിൻ്റെയിലോ എവിടെയാണെങ്കിലും. സോ ഇതാണ് മറ്റൊരു സജഷൻ. അപ്പോൾ 3ൻ്റെയും പ്രോപ്പർട്ടീസ് നിർബന്ധമായും പഠിക്കട്ടെ. ഏതെങ്കിലും ഒരെണ്ണം വരും. അതാണ് നെക്സ്റ്റ്. ഇനി പ്രോബ്ലത്തിൽ തന്നെ ശരിക്കും
PGക്ക് വളരെ കുറവാണ് കണ്ടുവരാറ്. എന്നാലും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അത് ഫിറ്റിംഗ് പ്രോബ്ലം, ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു SC ടോപ്പിക്കാണ്. ഓക്കെ, ഇതാണ് മറ്റൊരു സജഷൻ. ഇനി ചില സമയത്ത് മാത്രം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു തിയറി ചോദ്യമാണ് SAക്ക് SPSSൽ നിന്ന്. എക്സ്പ്ലെയിൻ different tools for analysis available in SPSS. SPSSനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പാർട്ട് സിയിൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് QTയിൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റിഗ്രഷനും കോറിലേഷനും ശരിക്കും പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ അതെന്തെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു സമാധാനമായിട്ട് നമുക്ക് ഈ എക്സാം അവസാനിപ്പിക്കുമ്പോൾ അല്ലേ, നമ്മുടെ ഒരു കംഫർട്ടബിൾ ഏരിയ എന്ന് പറയുന്നത് അതാണ് കോറിലേഷനോ റിഗ്രഷനോ, ഏറ്റവും ഈസിയസ്റ്റ് ഏരിയ. ദെൻ chi-square ഇതും കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ സമാധാനമായി, ഫുൾ മാർക്ക് അടിക്കാം. പിന്നെ നമുക്ക് മറ്റൊരു സജഷൻസ് എന്ന് പറയുന്നത് അനോവയാണ്. പിന്നെ സെറ്റ് ടെസ്റ്റ് ഉണ്ട്. സെറ്റ് ടെസ്റ്റിനേക്കാളൊക്കെ കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വരാം chi-square തന്നെ ആയിരിക്കും. ഓക്കെ, അനോവയുണ്ട്, അതും കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, ബൈനോമിയയിലെ പോയിസോൺ ഐഡൻറ്റി നോക്കുക. പോയിസോൺ ആണ് കേട്ടോ, സ്പെല്ലിങ് തെറ്റി, പോയിസോൺ. ഓക്കെ, പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് പ്രോബ്ലത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ SPSSൻ്റെ തിയറി. അപ്പോൾ ഇതിൽ നിന്ന് ആണ് നമ്മൾ SAക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.